സാർ കേട്ടായിരുന്നു, ഒരു പുതിയ സംഘടന രൂപം കൊണ്ടു, ഒരു പുതിയ സംഘടന പിറവിയെടുത്ത് വരികയാണ്. ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടന SDP യുവജന സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഇതാ പുനർജനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരത്ത് വലിയ പ്രകടനമൊക്കെ നടത്തി, ഡൽഹിയിൽ ഫ്ലാഗും റിലീസ് ചെയ്തു. ഡൽഹിയിലാണ് പതാക റിലീസ് ചെയ്തത്. ഞാൻ ആ പതാക ഇപ്പോൾ പ്രിയൻ എന്നെ കാണിച്ചു തന്നുമല്ലോ, അപ്പോൾ അത് കണ്ടു. ചുമപ്പും വെള്ളയും പിന്നെ ഒരു പച്ച നിറത്തിലുള്ള നക്ഷത്രം കൂടി. നക്ഷത്രത്തിന് വരെ പച്ച നിറമാക്കി, പൂർണ്ണചന്ദ്രനെ വരെ പച്ച നിറമാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അല്ല, ഇത് ഇപ്പോൾ 2018 ഈ മെയ് 18 മുതൽ കേരളത്തിൽ ഇസ്ലാമിക ഭരണമാണ്. അവർക്ക് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ മുനമ്പത്തെ ആൾക്കാരെ പറ്റിച്ച കണ്ടില്ലേ, കുറ്റം മുഴുവൻ അവർ RSSന് വെച്ചു കൊടുക്കാം, പിന്നെ ക്രെഡിറ്റ് മുഴുവൻ ഇവർക്ക് എടുക്കാം. ഇവരെന്താ ചെയ്തിരിക്കണം, ആ ഭൂമി കൊണ്ടുപോയി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുക. പക്ഷെ അതിൽ നിലനിൽക്കില്ല, അതൊക്കെ മാറ്റിക്കളയും. പോർട്ടലിൽ നിന്ന് ഉമ്മീദ് പോർട്ടൽ അതിൽ നിന്ന് അവർക്ക് മാറ്റാൻ പറ്റും. അത് അങ്ങനെ അനധികൃതമായിട്ടാണ് എൻ്റർ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ബാൻ ചെയ്തെങ്കിലും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് സജീവമാണ്. SDPI വളരെ സജീവമാണ്. SDPIയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചത്. ദെൻ ഇപ്പോൾ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കൊടിയും റിലീസ് ചെയ്തിട്ടുണ്ട്, ചുമപ്പും വെള്ളയും പിന്നെ പച്ച നിറത്തിലുള്ള നക്ഷത്രവും കൂടി. ഇതിൻ്റെ പിന്നിൽ വേറൊരു ഇതുണ്ട്. അവർക്ക് വിദേശത്ത് നിന്നും ഡൊണേഷൻ മേടിക്കാൻ പറ്റും, കോൺട്രിബ്യൂഷൻസ് മേടിക്കാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം കണ്ടമാനം, മലബാറിൽ നിന്നൊക്കെയുള്ള കണ്ടമാനം മുസ്ലിംസ് ഉണ്ടല്ലോ, അവർക്ക് ഇഷ്ടം പോലെ പൈസ ദിനാറായിട്ടും റിയാലായിട്ടും ഡോളറൊക്കെ ആയിട്ട് അവർ കൊടുക്കും. അപ്പോൾ അതെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ തീവ്രവാദ പ്രവർത്തനത്തിന് കേരളം ഇപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഹബ്ബാണ് തീവ്രവാദികളുടെ. അപ്പോൾ അതെല്ലാം കുറച്ച് അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. ഈ മെയ് 18 ശേഷം കേരളം യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഇസ്ലാമിക് മതമൗലികവാദികളാണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടാണെന്ന് തോന്നുന്നു സതീശൻ, കേരള മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ആദ്യം ആവശ്യപ്പെടാൻ പോകുന്നത് 2027 പത്മവിഭൂഷൺ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾക്ക് കൊടുക്കണം എന്നായിരിക്കും. അതല്ലെങ്കിൽ മറ്റേ മരണപ്പെട്ട ഷിഹാബ് അലി തങ്ങൾക്ക് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം കൊടുക്കണം. ഇതൊക്കെ ആയിരിക്കും ആവശ്യപ്പെടാൻ പോകുന്നത്. ഈ +2 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ വന്നപ്പോൾ എനിക്കൊരു വളരെ കൗതുകകരമായ ഒരു കാര്യം കണ്ടു. കോളേജ് അഡ്മിഷൻ്റെ കാര്യം തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് അവർ +2 സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും അത് സംബന്ധിച്ച കാര്യങ്ങളാണ്. എല്ലാം മറ്റേ മലപ്പുറത്തും കാസർഗോഡും കോഴിക്കോടും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ബാക്കി മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കോളേജുകളുണ്ടെങ്കിൽ അവർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗവൺമെൻറ് ഒന്നും ചെയ്യില്ല കേട്ടോ ഈ കാര്യത്തിൽ. ഗവൺമെൻറ് അവരുടെ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കില്ല. പക്ഷേ ഇസ്ലാമിക് കോളേജുകൾക്കെല്ലാം സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് എയ്ഡ് എന്ന് പറയും, ഒരു കവറപ്പാണ് ഈ യുവാക്കളുടെ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. കൂടുതൽ മുസ്ലിം യുവാക്കളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് തീവ്രവാദി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും അവരുടെ പ്രധാന ലക്ഷ്യം. അതവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒരു പ്രത്യേക സംസ്ഥാനം, ഇസ്ലാമിക് സംസ്ഥാനം വേണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യങ് ഡെമോക്രാറ്റ്സിൻ്റെ ഒരു വലിയ പ്രകടനമൊക്കെ തിരുവനന്തപുരത്ത് നടന്നു. ഒരുപാട് യുവാക്കളെ ആയിരുന്നു കൂടുതൽ ഒരു ടാർഗറ്റ് ചെയ്ത്, യുവാക്കൾ. സാധാരണ ഇസ്ലാം സംഘടനകൾക്കകത്ത് ഈ പറയുന്ന യുവതികൾ കുറവായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ ആകെ കെട്ടിമൂടിയേ വരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് അങ്ങനെയല്ല. യങ് ഡെമോക്രാറ്റ്സ് ആയിട്ട് കുറേ ബഹുഭൂരിപക്ഷം ഒന്നുമില്ല, 99% മുസ്ലിങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ പറയുന്ന സ്ത്രീകളായിട്ടുള്ള വനിതകളെ എടുത്തിട്ടുണ്ട്, യുവാക്കളാണെല്ലാം. പിന്നെ ഡെമോക്രാറ്റ്സ് എന്നാണ് പറയേണ്ടവർ, അവകാശവാദം. അല്ല, പ്രിയനൊരു കാര്യം അറിയില്ലേ, ഈ മറ്റേ ഇസ്ലാമിക് വനിതകളാണെന്ന് പറഞ്ഞ് എവിടെ തൃശ്ശൂരോ കോഴിക്കോടോ ഒരു കോളേജിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കുകയൊക്കെ ഉണ്ടായി കുറച്ച് നാൾ മുമ്പ്. പെൺകുട്ടികൾ വന്ന് പെട്ടെന്ന് നൃത്തം ചെയ്യുന്നു, എല്ലാം ഇസ്ലാമിക് പെൺകുട്ടികളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ മുഴുവൻ SFIക്കാർ പെൺപിള്ളേരായിരുന്നു, മുസ്ലിം പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ഞങ്ങൾ മുസ്ലിംസും ഞങ്ങളുടെ ഇടയിൽ എന്താ പറയുക സ്വാഗതം ചെയ്യപ്പെടുന്നവരാണ്. ഞങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങൾ ഞങ്ങളെ അകറ്റി നിർത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ഒരു പ്രചരണമായിരുന്നു അത്. അപ്പോൾ അതേപോലെ ഈ പ്രകടനത്തിന് വന്ന പെൺകുട്ടികളൊക്കെ SFIയുടെ പെൺകുട്ടികളായിരിക്കും. കാരണം ഇപ്പം പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, പ്രകടനം നടത്തുകയല്ലേ ഇനിയിപ്പോൾ ഉള്ള കാലത്ത് സംഭവം, അടുത്ത 5 വർഷം വരെ. കാരണം ബന്ധും ഹർത്താലും പിന്നെ പ്രകടനവും ഇപ്പം നമ്മൾ കണ്ട പോലെ പോലീസ് ആക്ഷൻ ഇതൊക്കെ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്തായാലും തിരുവനന്തപുരത്ത് വലിയ പ്രകടനം, അതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം സാർ. സാർ ഇതാണ് അവരുടെ ഒരു രീതി. അല്ല, അവരുടെ ലക്ഷ്യം എന്താ? അവർക്ക് വല്ല മാനിഫെസ്റ്റോയോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് അസംബ്ലിയൊക്കെ നടത്തുകയാണ്. ഈ 30-ാം തീയതി, ജനുവരി 30-ാം തീയതി കണ്ണൂർ വെച്ചിട്ട് പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, എന്താണോ പോപ്പുലർ ഫ്രണ്ട് ചെയ്തിരുന്നത് ഇല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് ചെയ്തിരുന്നത് അതേ പരിപാടി തന്നെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഹിന്ദുക്കളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ പറയുന്ന SDPI പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു പല സ്ഥലത്തും. അല്ല, ഇതിനകത്ത് എടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാവണില്ല. കാരണം അവരൊരിക്കലും ചെയ്യൂല. They cannot get along with the Hindus. വ്യാജ ഹിന്ദുക്കളാണ്. ബഷീർ എന്ന് പറഞ്ഞ എന്റെ പേര് ഭാസ്കരൻ നായർ ഇട്ടിട്ടായിരിക്കും കൊണ്ടു നിർത്തുന്നത്. അതൊക്കെ അവര് ചെയ്യുവര് വേണമെങ്കിൽ. പണ്ടൊരു സ്വാമി ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട്, ജിലേബി സ്വാമി, ഈ എന്താ കൊല്ലം സൈഡിൽ നിന്നുള്ള ഒരു റഹ്മാൻ എന്നിട്ട് പറഞ്ഞ ആള് അവിടെ പോയിട്ട് എന്താ വിഷ്ണുന്നോ എന്താ പേരില് സന്യാസിയായി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞവർക്ക് ജിലേബി കൊടുക്കുക അയാള്. ആ ജിലേബിക്കകത്ത് വല്ല മയക്കുമരുന്ന് തൊട്ട് കൊടുക്കണ്ടാവും അവരെ. എന്തായാലും SDPI നടപ്പിലാക്കുന്ന പുതിയ സംഘടന യങ് ഡെമോക്രാറ്റ്സ് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. അത് മരിച്ചിട്ടില്ല. പോപ്പുലർ ഫ്രണ്ടിനെ വീണ്ടും ഇവർ ജീവൻ കൊടുത്ത് കൊണ്ടുവരികയാണ് എന്നുള്ളതാണ്, ഒരു സംശയമില്ല. ഏതായാലും അധികകാലമൊന്നും ഇതിനെ ഈ പറയുന്ന ഭാരതത്തിൽ നിലനിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അല്ല, ഭാരതത്തിൽ നിലനിൽക്കുന്ന കാര്യം വിട്, കേരളത്തിൽ അത് സജീവമാവുമല്ലോ. എത്രയാണെങ്കിലും ഗവൺമെന്റിന്റെ പാട്രണേജ് കിട്ടുമല്ലോ. നല്ല കാര്യമായി. ഗവൺമെന്റിന്റെ എന്താ PV അൻവറും മറ്റേ LDF ഇടാനുള്ള കാരണം എന്താ? മലപ്പുറത്ത് മുസ്ലിങ്ങളെ പോസ്റ്റ് ചെയ്തില്ല പോലീസ് ഫോഴ്സിലും മൊത്തം. അതല്ലായിരുന്നു അവരുടെ ആവശ്യം. അയാളുടെ ആവശ്യം അതല്ലായിരുന്നോ? ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് തോറ്റു, ഇനിയിപ്പോ അയാൾ എന്ത് ചെയ്യുന്നു അറിയില്ല. അയക്കും വേണേ ചേരാവുന്ന യങ് ഡെമോക്രാറ്റ്സിൽ ചിലപ്പോ ചേർന്നു വരും, പറയാൻ കഴിയില്ല. പിന്നെ വേറെ ഒന്നുള്ളത്, ഇവര് ഈ നേരത്തെ പ്രിയൻ ചോദിച്ചല്ലേ ഇസ്ലാമിക് ഇവർക്ക് ജനാധിപത്യമായിട്ട് എന്താ ബന്ധം എന്ന്. ആ വേർഡ് തന്നെ, ഇസ്ലാമും ജനാധിപത്യവും എന്ന് പറയുന്നത് ഓക്സിമോറോൺ എന്ന് പറയുന്നൊരു പദമുണ്ട്. നമ്മളൊന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിന് നേരെ കോൺട്രഡിക്ടർ ആയിട്ടായിരിക്കും നടക്കണം മുഴുവനും. അത് നടക്കാത്ത കാര്യം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഇതാണ് ഇസ്ലാമും ജനാധിപത്യമായിട്ടുള്ള. ഏതെങ്കിലും ഇസ്ലാമിക് രാജ്യത്തിൽ ജനാധിപത്യം ഉണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ദാറ്റ് സോൾവ്സ് എ പ്രോബ്ലം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.